കനകേ ഓ ഇല്ലേമോ ഉണ്ട് ഉണ്ടാ അല്ല നീ രാവിലെ പോയിനി രാവിലെ ഞാനൊന്ന് പറശ്ശിനി പോയി. എന്റെ പെണ്ണെ നീക്ക് ഒരിക്കൽ ഒരു വാക്ക് പറഞ്ഞൂടേനാ പെട്ടെന്ന് പോയതാന്നേ. നിങ്ങൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇനി എല്ലാവർക്കും കൂടി ഒരു ദിവസം പോകാട്ടാ. വൈകുന്നേരം കാണാൻ പോയാല് എത്ര കാലായി പോകാതെ ഒരു ദിവസം പോകണം. ബോട്ട് കയറാൻ വേണ്ടിട്ട് പോകാനെല്ലാം മേടിച്ചിട്ട് നോക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ആളില്ല. ബോട്ട് കയറാൻ നിറഞ്ഞാലേ കൊണ്ട് പോകുന്നു. 50 ഉറുപ്പ്യാണ്. പക്ഷെ ഇങ്ങനെ കറങ്ങി നല്ല പാട്ടെല്ലാം വെച്ച് നല്ല പാട്ടും വെച്ച് നല്ല രസമുണ്ട്. നമ്മളിങ്ങ് വന്നതിന് ശേഷം അതിൽ ആള് നിറഞ്ഞിട്ട് പാട്ടെല്ലാം വെച്ചിട്ട് വരുന്നുണ്ടല്ലോ. അതെല്ലേ. ഇപ്പൊ ഞാൻ നിർമ്മാലയം കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്കിലും എനിക്ക് കൊണ്ടുവരാൻ തോന്നിയല്ല. എന്നാ ഇത് കൊണ്ടുവരാൻ തോന്നിയില്ല എനിക്ക്. ഇത് ഞാൻ ചായ കുടിക്കുമ്പോ ഒരു പിന്നെ ഇലപ്പാനുണ്ടാക്കി ലേശം വാങ്ങിയതാണ്. ഇത് രാത്രിയാണെങ്കിൽ ഇത് ഒപ്പം തരുള്ളൂ. രാത്രി ആളില്ലാടുക്കുമ്പോ പകരം അങ്ങനെ തരൂല. നമ്മള് ചായ കുടിക്കുമ്പോ ചായ കുടിച്ചതിന് ശേഷം ഞാൻ രണ്ടാമത് ദേശം നിർമ്മാണം താഴെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ ഇലയിൽ ഇങ്ങനെ തന്നതാ. ആളുണ്ടാ തിരക്കണ്ടാ? തിരക്കല്ലുണ്ട്. നല്ല എന്തൊരു ഇഷ്ടായതെന്ന് പറഞ്ഞല്ലേ. ഇന്നത്തെ വന്നിന് ഇതിനോടൊക്കെ ഒരിക്കൽ നമ്മള് പോയാൽ അത് മമ്പയറിന്റെ മാറ്റാന്ന്. ഇതിപ്പോ നമ്മളെ നാടനെ പൊളിഞ്ഞുണ്ട്. നാടൻ പോയി ഞാൻ ഒരു പൈൻകുറ്റിയും വെള്ളാടെല്ലാം കഴിച്ച് ഉച്ചക്കത്തെ ചോറും തിന്ന്. മുത്തപ്പനെ കണ്ടിനാ? മുത്തപ്പനൊന്നും ഇല്ല. 10 മണിക്ക് 15 മണിയാണ് നമ്മളെടുക്കുമ്പോ. എന്നിട്ട് പിന്നെ പ്രസാദെല്ലാം വാങ്ങി തേങ്ങാപ്പുളുന്നുണ്ടെങ്കിൽ ഈ പയറ് വേണക്ക്. അതെല്ലേ. ആര് പോയിട്ട് ഇന്ന് തേങ്ങാപ്പുള് വേണ്ടാന്ന് പറഞ്ഞ ഇങ്ങ് തന്നെയെന്ന് പറഞ്ഞു. ഞാൻ ഇത് എനിക്ക് ഇതിന് ഇഷ്ടം. ആള് കുറവാ. അതല്ല അത് സ്കൂളുള്ള ദിവസവും ജോലിയുള്ള ദിവസമല്ലേ. പിന്നെ കുറച്ച് സ്കൂൾ കുട്ടികളുണ്ട്. ഏതോ സ്കൂളിൽ നിന്ന് ടൂർ. അത് ഫോൾമോട്ടക്കുള്ള അവരില്ലേ ചോറുണ്ടാൻ പറ്റുന്ന അവരുടെ സ്കൂളിനടുത്ത്. അതല്ല ഉച്ചക്കൊന്നല്ല. നമ്മള് പോയിട്ട് അങ്ങ് ഇറങ്ങുമ്പോ കുട്ടികളെയും കൂട്ടി ടീച്ചർമാര് വരുന്നുണ്ട്. പിന്നെ സ്നേക്ക് പാർക്കും കണ്ട് പറശ്ശിനി അമ്പലത്തിലും വന്നിട്ട് പോയ കുട്ടികൾ. എന്റെ കുട്ടികള് വളയും മാലയും ആൺകുട്ടികള് വേറെ എന്തെങ്കിലും കാറും ജീപ്പും എല്ലാം വാങ്ങിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ടീച്ചറോട് ഞാൻ പറഞ്ഞു കുട്ടികൾ വളയും മാലയെല്ലാം വാങ്ങാൻ തോന്നുന്നത് അവർക്ക് ഇതൊന്നും കരുതി തിരിയുന്നില്ല. അല്ല അവരിങ്ങനെ വരുന്നതായിരിക്കൂലേ. വരുന്നതാണ്. പിന്നെ വിസ്മയിലും പോയിട്ടുണ്ടാവും. വിസ്മയ പോയിട്ടുണ്ടാവും. അത് വൈറ്റേ പോലെ ഉണ്ടാവും. അവിടെ പോയാൽ വൈറ്റേ പോയിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ കുട്ടികളുടെ ടൂറിന്റെ സമയമായില്ലേ. എന്നാലും വൈകുന്നേരം വരുന്ന ഞാൻ വരുവേൻ എന്തായാലും. ഒരു ദിവസം നമുക്ക് വൈകിട്ട് പോകാം കേട്ടോ. ഒരു 4 മണിക്ക് എത്തുന്ന സമയം പോകാം. അങ്ങനെ പോയിട്ട് ബോട്ടിലെല്ലാം കയറി സാവധാനം വരാം. പണ്ട് ചെറുപ്പത്തിൽ കയറിയതാണ് ബോട്ടില്. വണ്ടി ഉള്ളവർക്ക് സുഖമാകും. നമുക്ക് വണ്ടി ഉണ്ടാ. പിന്നെ വണ്ടി ഉണ്ടായിട്ട് നമുക്ക് റോഡുണ്ടാ. റോഡും ഇല്ല, വണ്ടിയും ഇല്ല, ഒന്നുമില്ല. കണ്ടു വന്നതിന് ശേഷം ഒരു മനസ്സൊരു സമാധാനമായത്. അതിനതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് നല്ലവണ്ണം ദൈവത്തോടെല്ലാം നമ്മുടെ സങ്കടം പറഞ്ഞു. നമ്മളെ സങ്കടവും വിഷമങ്ങളും പറയാനല്ലേ നമ്മൾ പോകുന്നത്. അതിന് ശേഷം മനസ്സൊരു ക്ലിയർ ആയി വന്നു. അതെ, ദൈവം കേട്ടിട്ടുണ്ടാവുന്നുള്ള ഒരു വിശ്വാസം നമ്മളെങ്ങനെ ചാടൂലല്ലോ. ഒരു അമ്പലത്തിലാ പോയി നമ്മളെ ആ മനസ്സെല്ലാം ഒരു നിമിഷം നമ്മൾക്ക് ഒരു സമാധാനം. അതാണ് നമ്മൾ ഏതെല്ലാം ലോകം ചിന്തിക്കൂ. ആ ഒരു സ്ഥലത്ത് പോയാൽ നമുക്കൊരു പ്രത്യേക ഇതെന്നാ വേണ്ടത്. എന്നാലും ബസ്സിന്റെ പൈസയെ പോയിട്ടു. ഭക്ഷണമുണ്ട്, ചായയും ഉണ്ട്, എല്ലാം ഉണ്ട്. സുഖം. ആര് പോയാലും ഭക്ഷണമുണ്ട്, ചായയും ഈ മമ്പയരും ചോറ്. വരി ഇങ്ങനെ എത്ര ദൂരത്തിലേക്കും വരി ഉണ്ടാവും. പക്ഷെ ആ വരി നിന്നോട്ട് എത്ര വേഗം എത്തുന്നു. നമ്മളല്ലേ അങ്ങനെ പോവാ. അതെ, നമ്മള് വിചാരിക്കും മതി ആ പൈസയും കൊടുത്തിട്ട് പോയിട്ട് ആ പൈസ നമുക്ക് അതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കടന്നിരുന്നുണ്ട്. പണ്ടുണ്ടല്ലേ നമ്മുടെ ചന്ദ്രാട്ടന്റെ ഏട്ടനുണ്ട് മംഗലാപുരം. ഒരു കൊല്ലത്തിൽ ഒരിക്കന്ന് പറശ്ശിനിക്ക് വരിക. എന്നിട്ട് ഒരു പ്രാവശ്യം വേറെ എന്തോട്ടും വീട്ടിൽ വന്നിട്ടാണ് പോയിന് അമ്മേനെയും കൂട്ടിട്ട് പോകാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു സഞ്ചി നിറച്ച പൈസ ഞാനിതിങ്ങനെ പൊന്തുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ചോദിച്ചു ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തുള്ള പൈസ നമ്മൾ പ്രാർത്ഥനയായിട്ട് ഇട്ട സഞ്ചിയില് ആ പൈസ പണ്ടായിരത്തിന്റെ മുത്തപ്പന് കൊടുക്കാൻ വേണ്ടിട്ട്. അതവിടെ കൊണ്ട് ചെരിഞ്ഞ് നടമ്പിലവിടെ കൊണ്ട് ചെരിഞ്ഞ് എന്നിട്ട് അവർക്ക് അപ്പഴത്തേക്ക് റൂം എടുക്കുന്ന അവിടെ റൂം കൊടുക്കുന്നവര് നമ്മളെല്ലാം പോയി ചോദിക്കുന്നില്ല. അത് ചോദിക്കൊന്നും വേണ്ട. അവരപ്പൊ കോടി വന്ന് നിങ്ങൾ ഏരിയാന്ന് സ്ഥലം ഏരിയാന്ന് നാട് ഏരിയാന്ന് എല്ലാം പറഞ്ഞ് റൂം കൊടുത്ത് പിറ്റേന്ന് അവിടെ വന്നിട്ട് ഇങ്ങ് വന്നു. കാണണ്ട ആ പൈസ. നമ്മളെല്ലാം എന്തെന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെന്താ ഒരു പൈസ ഇട്ടാൽ ഒരു 5 ഉറുപ്പ്യ ഒരു 10 ഉറുപ്പ്യ ഇടും. ഒരു 10 ഉറുപ്പ്യ 10 നമുക്ക് ദൈവം കൊടുക്കാനാവും. ഒരു വലിയ വണ്ണാറ്റിന് നിറച്ചു
പക്ഷെ ഇങ്ങനെ പൊട്ടിച്ചിട്ടാടി ഇടുമ്പോണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് പോയി. അവരെ ഓരോന്നിനും നമ്മളിപ്പോ എന്താ പറയണത്, ഒരു ഇതില്ല പ്രാർത്ഥനക്ക് ഓരോ വയസ്സ് കഴിഞ്ഞാൽ ഇട്ടിട്ട് എന്തെങ്കിലും വിഷമം വരുമ്പോ ഇടും. അവർക്ക് അത്രക്ക് വിശ്വാസം മുത്തപ്പൻ ദൈവത്തോട്. അതുകൊണ്ടാണ് നമുക്ക് ഇതല്ല ഒരു കൊല്ലത്തിൽ ഒരിക്കാഞ്ചി വരുവാകൂല. ആ പാട്ടെന്ന് അറിയുമ്പോഴത്തേക്കിന് മുത്തപ്പനെ കാണാൻ ഇതായിരുന്നു. അങ്ങനെയില്ലാന്ന് നമ്മളെ പോലെ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഒരു കൊല്ലം കൂടുമ്പോൾ ഒരിക്കാന്ന് പോകുന്നു. ഇനി നമുക്ക് ഒരു ദിവസം പോകാം. ഒരു ദിവസം പോകാം നമുക്ക്. ഒരു ദിവസം മാമാനത്തും പോകണം, ഒരു ദിവസം ബസ്സിലേക്കും പോകണം. ആ ഭക്ഷണം എന്നാ പറയേണ്ടത് എന്തിനല്ല എന്താ പറയുക, ബസ്സിന്റെ പൈസയേ വേണ്ടു. ബസ്സിന്റെ പൈസ വേണ്ടു. 100 ഉറുപ്പ്യ ഉണ്ടായാലും സുഖമായിട്ട് ഭക്ഷണം കഴിഞ്ഞ് വരാം. ആർക്ക് വേടിക്കലും പോയ ഭക്ഷണം ഇല്ലാടാ. അതെ, ഇനി ഒരു ദിവസം പോകാം. നല്ല എന്താ പറയുക കുടിക്കുന്ന. മറ്റു ബസ്സിലേക്ക് പോയാൽ വെള്ളം കിട്ടില്ല, ഇനിയിപ്പം വെള്ളമായി. അതെ, വെള്ളമുണ്ട് ഇഷ്ടം പോലെ. നല്ല ഭക്ഷണത്തിനും വേണ്ടിയിട്ടില്ല. ഇത്രേ ആള് ചന്ത ഒരു ഭാഗത്ത്. ഏതെല്ലാം നാട്ടിൽ നിന്ന് വരുന്നു ആളുകൾ, വിദേശികൾ വരെ വരുന്നില്ലേ. നമ്മളെ ഈ അടുത്തുള്ളോണ്ടാണ് നമ്മൾ പോകാതെ. ദൂരം വൈക്കുള്ളവർക്ക് മുത്തപ്പനെ കാണാൻ വേണ്ടി അവര് പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു കീഴിൽ എത്തിയാൽ മതി എന്നുള്ളത്. അവര് എന്നാ പറയേണ്ടത്, അവരെ കൂടെ തന്നെ ദൈവം ഇങ്ങനെയുള്ള ഒരു വിശ്വാസം അവർക്ക്. അതുകൊണ്ടാണ് മറ്റു പറയും. നമ്മളിപ്പം ദൂര സ്ഥലത്ത് പോകാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം. ഒന്ന് മൂകാംബികയെ പോകണം. അതെല്ലാം വരുന്നത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അവര് കെട്ടും മുട്ടലായിട്ട് ഇങ്ങനെ വരുന്ന കണ്ടാവിയായിരിക്കും. നമ്മൾ ടൂറിന് പോകുമ്പോഴല്ലേ അവർ മുത്തപ്പനൊക്കെ വന്നിട്ട് ഇങ്ങനെ എത്ര ദിവസം നിൽക്കുന്നുണ്ട് അവര്. ആ വെള്ളാട്ടവും തിരുവപ്പനെല്ലാം കണ്ട് എന്നിട്ടേ പോകുന്നവര്. പിന്നെ റൂമും ഇങ്ങനെ നിൽക്കലുണ്ട്. അതിനെന്തോ ചിലർ പൈസ കൊടുക്കണം. അത്രയും വീട്ടിൽ തോന്നു റൂമിന്. പിന്നെ ഒന്നും പാടില്ല, ഭക്ഷണവും അതൊന്നും പാടില്ല. നല്ലൊരു എന്താ പറയണ്ടേ. ഇനി എന്നാ ഒരു ദിവസം പോവാ. ഒരു ദിവസം നമുക്ക് പോവാന്നാ കേട്ടാ. ഇത് എത്ര ബസ്സിനാ വന്നേ? അങ്ങനെ ബസ്സിനാ വന്നിട്ട് ബസ് കിട്ടീനാ? ഇല്ല, ആടുന്ന് മയില് വന്നിട്ട് മയിലിനേക്ക് അങ്ങനെയൊക്കെ വേഗം കിട്ടീന ബസ്? കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ 1.4 ബസ് ഉണ്ട്. അതിൽ വന്നിട്ട് മയിലിറങ്ങി മയില ബസ്സിന്റെ ഇപ്പൊ ഇഷ്ടംപോലെ ബസ്സില്ലേ. നിങ്ങളെല്ലാരും പറശ്ശിനിയിൽ വരലുണ്ടാ? മുത്തപ്പനെടുക്കാം വരലുണ്ടാ? ഈ പ്രസാദം കണ്ടാ? പറശ്ശിനി മുത്തപ്പനെ എടുക്കുന്ന കിട്ടിയ പ്രസാദം ഇത്. എല്ലാരും വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ലാന്ന് പറയുന്നില്ല, നമ്മളെ പോകാണ്ടിരിക്കും. നിങ്ങൾ പിന്നെയും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാരും വന്ന് കാണണം മുത്തപ്പനെ കേട്ടാ. ആ പ്രസാദം നോക്കിയാട്ടെ, എന്നാ ടേസ്റ്റ് തിന്നേ കേട്ടാ. അതുകൊണ്ട് എല്ലാരും വരുവാ. എല്ലാരും വന്നിട്ട് മുത്തപ്പൻ ദൈവത്തിനെ വന്നിട്ട് പ്രാർത്ഥിക്കും. നമ്മളെ സങ്കടങ്ങളും നമ്മളെ വിഷമങ്ങളും എല്ലാം മുത്തപ്പനോട് പറഞ്ഞാൽ എന്തായാലും കേൾക്കാണ്ടിരിക്കൂല. കേൾക്കും. എന്റെ വിശ്വാസം അതാണ്. എനിക്ക് കേൾക്കുന്നു. വിളിച്ചാ വിളി കേൾക്കുന്നു. അവര് വരുത്തുണ്ടാവൂപ്പാ. വരാണ്ടിക്കൂലല്ല. മുത്തപ്പനെ കാണാതെ ആള് വളരെ കുറവ് തന്നെയാണ്. പാവപ്പെട്ടവര് വലിയവരെന്നൊന്നുമില്ല മുത്തപ്പന്. എല്ലാരും ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാരും പോയിട്ട് മുത്തപ്പനൊക്കെ പോയിട്ട് ഒന്ന് പോവാ വരുവാ. ഹായ്.